ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഏറ്റു ബ്രദേഴ്സ് ഹോം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഒരു സോറി പറയുക കേട്ടോ, കാരണം ഞാൻ പ്രതീക്ഷ രീതിയിൽ വീഡിയോ കാര്യങ്ങളോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ കുഞ്ചിത്തണ്ണിയിലുള്ള കുഞ്ചിത്തണ്ണിയിലുള്ള വനദേവി ദുർഗാക്ഷേത്രത്തിലാണ് കേട്ടോ പോണേ. അപ്പം ഞാനും ചേട്ടായും പിള്ളേരുണ്ട്, പിന്നെ ചേട്ടയുടെ മുതലാളിയാണ്, മധുച്ചേട്ടനും ഫാമിലിയാണ് കേട്ടോ. അപ്പം അവരാണ് അന്നദാനം ഉണ്ടാക്കുന്ന അവരാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അവരുടെ കൂടെ പോവാണ്. ഒരു 9 മണി കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ സോറി പറഞ്ഞതെന്ന് വിചാരിച്ച് എന്താണെന്നറിയത്തില്ല, ഈ പ്രാവശ്യം പോയപ്പം സാധാരണ ജീപ്പിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ ഇരിക്കരുത്, ബാക്കിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് അസ്വസ്ഥത വന്നായിരുന്നു. വാള് വയ്ക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ച രീതിയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ജീപ്പിൻ്റെ ബാക്ക് വശത്ത് ഇരുന്നുകൊണ്ടും പിന്നെ ഈ വലിയ വളവും കയറ്റവും ഇറക്കമൊക്കെ മാത്രമായിരുന്നു ആ റോട്ടിൽ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം ഇത് മാങ്കടവ് ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. കല്ലാർ നിന്ന് വെള്ളത്തോൾ റൂട്ട് ഇറങ്ങി അവിടുന്ന് മാങ്കടവ് അമ്പലത്തിലേക്ക് പോകുന്ന ആ റൂട്ടിൽ കൂടെയാണ് നമ്മൾ ആനച്ചാലിൽ പോകുന്നത്. അല്ലാതെ വെള്ളത്തോൽ ആ ഭാഗത്തൂടെ പോവാം. ഈ വഴി ഞാൻ അങ്ങനെ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് റോഡ് അത്ര വലിയ പരിചയം. നമ്മൾ മാങ്കടവ് അമ്പലം വരെ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കുറേ ഓഫ് റോഡ് പോലെ ഭയങ്കര കുലുക്കവും പിന്നെ ഭയങ്കര വലിയ വളവും, പിന്നെ കുറച്ച് നേരം നമ്മൾ താഴേക്ക് ഇറങ്ങിപ്പോവും, പിന്നെ കുറേ നമ്മൾ കയറ്റം കയറി അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ മൊത്തം കയറി ഇറങ്ങി ചെരിഞ്ഞും തിരിഞ്ഞൊക്കെ നടക്കുന്നതുകൊണ്ടായിരുന്നു അതൊരു വാള് വയ്ക്കുന്ന ഒരു ടെൻഡൻസി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം എല്ലാം വീഡിയോ എടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ചില നല്ല സ്പോട്ടുകളൊക്കെ കാണുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ ലോ കഴിച്ച് വരുമ്പോഴത്തേന് സംഭവം കടന്നു പോകും. അങ്ങനെ കുറേ എനിക്ക് പറ്റി. പിന്നെ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഏതുണ്ടോ ഇതൊരു വലിയ വളവ് ഇറങ്ങി വന്നതാണ്. ഇനി നമ്മൾ കുറച്ച് ദൂരം താഴേക്ക് ഇങ്ങനെ വളഞ്ഞിറങ്ങിപ്പോവും. അത് കഴിയുമ്പോൾ പിന്നെ കുറേ കയറ്റം വരും. അതുകൊണ്ട് തന്നെ ഇച്ചിരി അസ്വസ്ഥത എനിക്കുണ്ടായിരുന്നു. പിന്നെ കുറേ അത്യാവശ്യം സ്പോട്ടുകളുടെ പേരുകളൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുക്കുമ്പോൾ പറയാനായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പാലത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല, സത്യമായിട്ട് ഞാൻ മറന്നുപോയി. അവിടെ വെച്ച് അതേത് ബ്രിഡ്ജായിരുന്നു, അത് ഏതാണെന്നറിയത്തില്ല. ഇത് കാണുമ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണെങ്കിൽ ഇത് ഏതാ പാലം എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ എൻ്റെ പേര് വിട്ടുപോയി, നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ അമ്പലത്തിൽ ചെന്നപ്പോഴാണെങ്കിലും അവിടെ ചെന്നിട്ടുള്ള ഫുള്ളി അങ്ങനെ എല്ലാം ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇച്ചിരി കൊച്ചുള്ളൊക്കെ ആയിട്ട് തിരക്കായിപ്പോയി. പിന്നെ രാവിലെ തൊട്ട് ഒരു ഉച്ച വരെ നമുക്ക് ഭയങ്കര ലാഗായിരുന്നു കേട്ടോ. ഭയങ്കര വെയിലും ഉണ്ടായിരുന്നു, സമയം പോകുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പം നമ്മൾ രാവിലെ ഒന്നും കഴിക്കാണ്ടാണ് പോയത്, വീട്ടിൽ നിന്നൊന്നും കഴിക്കാണ്ടാണ് പോകുന്നത്. അപ്പോൾ പിള്ളേരൊക്കെ അങ്ങ് വല്ലാണ്ടായി വിശക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മളെന്ത് ചെയ്തു, ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി പോയിട്ടോ, ഞാനും ഏട്ടനും കുട്ടികളും പിന്നെ മധുച്ചേട്ടൻ്റെ 2 പിള്ളേരും കൂടെ. അങ്ങനെ ഞങ്ങൾ അത്രയും പേര്, മധുച്ചേട്ടനും ചേച്ചി അവിടെ അടുക്കളയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം അവിടെയുള്ള ആ ഏരിയയിലുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ. അതുകൊണ്ട് തന്നെ ഞങ്ങളവിടെ നിൽക്കേണ്ട കുഴപ്പമില്ല, ഞങ്ങൾ വണ്ടി ഇരുന്നോന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വണ്ടി ഇരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ ചുമ്മാ മൂന്നാർ പോയില്ല കേട്ടോ. മൂന്നാറിന് മുമ്പുള്ളൊരു കുറച്ച് തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങ് തിരിച്ചു പോന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഫുഡ് കഴിക്കുന്നത് എടുക്കാൻ പറ്റിയില്ല, കാരണം വിശന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റെ പിന്നെ അന്നേരം ചെന്ന് ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോൾ വീഡിയോ എടുക്കണ കാര്യം ഞാൻ വിട്ടുപോയി. ചോറ് കണ്ടു കഴിഞ്ഞപ്പം വാരി വലിച്ചങ്ങ് കഴിക്കുമായിരുന്നു. അതുകൊണ്ട് ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ എടുത്തില്ല, എന്നാലും മാക്സിമം എല്ലാം ഞാൻ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നതിൻ്റെ ഞാൻ വേറൊരു വ്ളോഗായിട്ട് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞത് ആനച്ചാൽ ടൗണാണെന്ന് തോന്നുന്നു. സ്ഥലമൊക്കെ ഞാൻ മറന്നുപോയി ഗൈസ്. ഇതെല്ലാം പറയാൻ വേണ്ടി എല്ലാ സ്പോട്ടും ഞാനിങ്ങനെ ഓർത്ത് നോക്കി വന്നതാണ്. പക്ഷേ എന്തുവാ സംഭവം എല്ലാം മറന്നുപോയി. ഇത് ആനച്ചാൽ ടൗണാണെന്ന് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ചെറിയ ട്രാഫിക്കൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് കയറ്റത്തോടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് താഴെ കാണുന്ന ആ സൈഡിൽ കാണുന്ന ക്രിസ്ത്യൻ പള്ളി, എൻ്റെ നേരെ ഫ്രണ്ടിൽ കാണുന്നത് മുസ്ലിം പള്ളി. അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നി, കാരണം നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ എല്ലാം മതസൗഹാർദ്ദമായിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ കണ്ട് വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേന് അത് ഇച്ചിരി കയറി പോന്നു. പിന്നെ ഞാൻ ഇച്ചിരി സൂം ചെയ്തിട്ടാണ് വീഡിയോ എടുത്തത്. പിന്നെ ആ കയറ്റം കയറി വന്നു കഴിഞ്ഞിട്ട് പിന്നെയും താഴോട്ട് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കയറി വരിക, പിന്നെ താഴേക്ക് പോവുക, പിന്നെ വലിയ വളവ് ചെരിഞ്ഞ് പോവുക. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് സത്യം പറയുക നല്ല രീതിയിൽ വല്ലാണ്ടായി. പിന്നെ നമ്മൾ ഈ ജീപ്പിൻ്റെ ബാക്കിലിരിക്കുമ്പോൾ വണ്ടി പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണല്ലോ നമ്മളിരിക്കുന്നത്, അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു.
എന്നാലും കുഴപ്പമില്ല. നമ്മൾ ദേവീ ക്ഷേത്രത്തിലോ അമ്പലത്തിലേക്കാണല്ലോ പോകുന്നത്. പിന്നെ ആദ്യമായിട്ടൊരു അമ്പലത്തിൽ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും അമ്പലവും കാര്യങ്ങളൊക്കെ കാണാനുള്ള കൊതിയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അത് വലിയ പ്രശ്നമില്ലാണ്ട് പോയി. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേനും കുറേയൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നേരത്തേനും ഞാൻ അബിക്കുട്ടൻ്റെ കയ്യിൽ ഇത് കൊടുത്തിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ കിടന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിലേക്കുള്ള റൂട്ടാണെന്ന് തോന്നുന്നു കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതും ഭയങ്കര ഒരു കയറ്റം. ഇത് ഫുള്ള് അങ്ങനെയാണ് കേട്ടോ. കുറേ ദൂരം കയറിപ്പം പിന്നെ കുറേ ദൂരം നമ്മൾ ഈ തമിഴ്നാട്ടിലേക്കൊക്കെ വളവ് തിരിഞ്ഞിറങ്ങി പോകില്ലേ, അതുപോലെയായിരുന്നു. ഫൈനലി നമ്മളങ്ങനെ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അമ്പലത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നോ, കുഞ്ഞ് അമ്പലം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞമ്പലം. എനിക്കത് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. മൊത്തം ഏലത്തോട്ടമാണ് കേട്ടോ അവിടെ, വേറെ ഒന്നുമില്ല, ഏലത്തോട്ടമാണ് മൊത്തം. പിന്നെ എല്ലാം കുറേ വലിയ വലിയ മരങ്ങളാണ് കേട്ടോ. അത്രയും വലിയ മരങ്ങളൊന്നും ഞാൻ അങ്ങനെ കണ്ട, നമ്മുടെ ഈ ഏരിയയിലൊന്നും അത്രയും വലിയ മരങ്ങളൊന്നും ഇല്ല. പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ വലിയ വലിയ അമ്പലങ്ങളിലേക്കാട്ടിലും എനിക്ക് എപ്പോഴും ഫേവറേറ്റായിട്ട് നിൽക്കുന്നത് ഇങ്ങനെ ഈ ചെറിയ കുഞ്ഞി അമ്പലമാണ്. എനിക്ക് ആ അമ്പലം അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ എനിക്കറിയില്ല. ഇതെന്താ ബാലദുർഗ ഇതാണ് പ്രതിഷ്ഠ. അപ്പോൾ ഇതേ കാണുന്ന കൊടിമരത്തിനുള്ള മരം അവർ ചെത്തിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. പക്ഷേ കൊടിമരം ഉയർത്തുന്ന എനിക്ക് കാണാൻ പറ്റിയില്ല. കാരണം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേനും സംഭവമൊക്കെ തീർന്നു. എനിക്കത് കാണാൻ പറ്റിയില്ല, വീഡിയോ എടുക്കാനും പറ്റിയില്ല. പിന്നെ എന്നാ പറയുന്നത്, ഭയങ്കര ഒരു എന്നാ പറയുക, നല്ല രസം. സത്യം പറഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെയും പള്ളിയുടെയൊക്കെ പരിസരത്ത് നമ്മൾ പോയി നിൽക്കുമ്പോൾ തന്നെ എന്തോ ഒരു പ്രസൻറ്റ് ഫീലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. പിന്നെ എന്നാ പറയുന്നത്, അത്യാവശ്യം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മൊത്തത്തിൽ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ശാന്തമായി, നല്ല രസമായിരുന്നു. പിന്നെ വിശക്കുന്നതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ സ്ഥലമോ ഏരിയ ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വലിയ ആൾത്തിരക്കും ബഹളങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ വലിയ ആൾക്കാരുണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഗൈസ്, നമ്മുടെ വൈകുന്നേരം ആയപ്പോഴത്തേനും അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളതിലൂടെ കുറേ വീഡിയോ ഇതൊക്കെ എടുത്തുകൊണ്ട് നടന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഇരുന്ന കുറേ ചേട്ടന്മാർ ഈ കൊടിമരത്തിന് വേണ്ടി മുറിച്ച തടി ഉണ്ടല്ലോ, അതിൻ്റെ അറ്റത്ത് ഇതിൻ്റെ എന്താ കവുങ്ങിൻ്റെയാണെന്ന് തോന്നുന്നു, അതിൻ്റെ അറ്റത്ത് ഇതിനുള്ളിൽ എന്തോ ഒരു ഇതുണ്ട്. അത് തിന്നാൻ ഭയങ്കര എന്തോ ചക്കര എന്തോ അതിൻ്റെ പേര് പറയുന്നത് കേട്ട്. അതെന്നാന്നുള്ളതും മറന്നുപോയി. ഇപ്പോൾ അവരത് തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കവിടെ നിൽക്കാം, നമ്മൾ നിന്നാൽ നമുക്ക് എല്ലാം കിട്ടിയാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവരോട് ഇങ്ങനെ കുറേ നേരം നോക്കി നിന്നു കേട്ടോ. അതിങ്ങനെ പുലർത്തി എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തൊരു ചെറിയൊരു സാധനമുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. ഞങ്ങളെ ചേട്ടൻ കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനും പിള്ളേരെ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. അപ്പൂസിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എന്നാ പറയുന്നത്, നമ്മുടെ കാഷ്യൂ നട്ടിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആ അടക്കാമരം ആയതുകൊണ്ട് പിന്നെ അടക്കയുടെ ഒരു ഇത് ചെറിയൊരിത് വന്നാലും സംഭവം നല്ല ടേസ്റ്റായിരുന്നു, എനിക്കിഷ്ടമായി. പിന്നെ അത് അവിടെ ഉണ്ടായിരുന്ന ഒരു അപ്പച്ചനാട്ടോ. ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഞങ്ങൾ പിന്നെ വിചാരിച്ചു ദൈവം കിട്ടിയില്ലെങ്കിൽ നാണക്കേടാവും. പക്ഷേ അവരങ്ങനെ തരാതിരിക്കില്ല. ആ അപ്പച്ചൻ വന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കുടിച്ചു തന്നു കേട്ടോ. അബിക്കുട്ടനും കഴിച്ചു, ചേട്ടനും കഴിച്ചു. അപ്പൂസിന് മാത്രം ആ സാധനം ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് എന്നാണെങ്കിലും സംഭവം ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ സാധനം കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് പറയണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ അമ്പലത്തിൽ ഇറങ്ങാൻ പറ്റിയില്ല. കാരണം നമ്മൾ വന്നപ്പോഴത്തേനും അമ്പലത്തിൻ്റെ നട അടച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി വൈകുന്നേരം 4 മണിക്ക് 3 മണിക്ക് എങ്ങാണ്ടാണ് അത് തുറക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ ഇറങ്ങി തൊഴാനായിട്ട് പറ്റിയില്ല. നമ്മൾ കുളിച്ച് സെറ്റായി അമ്പലത്തിൽ ഇറങ്ങാൻ പാകത്തിന് വന്നു. പക്ഷെ നമ്മൾ വന്നപ്പോൾ ഇച്ചിരി താമസിച്ചു പോയി. പിന്നെ ചേട്ടായി പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് വൈകുന്നേരം ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ അതേ ഈ സാധനം ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അപ്പൂസിൻ്റെ കയ്യിൽ ഒരു പീസ് കിട്ടി, അബിക്കുട്ടൻ്റെ കയ്യിലും പീസ് കിട്ടി, ചേട്ടയുടെ കയ്യിലും കിട്ടിയില്ല. എനിക്ക് മാത്രം തന്നില്ല. ഞാൻ കുറേ നേരം കൈ നീട്ടി നിന്ന്. അപ്പച്ചൻ എന്നെ കാണാത്തതുകൊണ്ടാണ് കേട്ടോ. ഞാൻ കൈ നീട്ടി നിൽക്കുന്ന അപ്പച്ചൻ കണ്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ ചേട്ടയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കുറച്ച് എനിക്ക് തന്നു കേട്ടോ. അത് ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ തൊണ്ടയിൽ ഇങ്ങനെ ഏതാണ്ട് തങ്ങിയിരിക്കുന്ന പോലെയൊക്കെ തോന്നി. എന്നാലും സംഭവം സൂപ്പർ പൊളി. അപ്പോൾ ചേട്ടായി പറഞ്ഞു കവുങ്ങിൻ്റെ അല്ലേ തെങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തന്നെ കിട്ടും, പക്ഷെ അതിന് ഭയങ്കര അപാര ടേസ്റ്റാണെന്ന് പറഞ്ഞത്. പക്ഷെ അത് നമുക്ക് ഇപ്പം കിട്ടാൻ വഴിയില്ല. പക്ഷേ ഇനി എപ്പോഴേലും എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ തിന്നണം എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ പരിസരമൊക്കെ ഒന്ന് കറങ്ങാൻ പോയിട്ടോ. വി ആർ ട്രാപ്പ്ഡ് ഗൈസ്. ഞങ്ങൾ കാട്ടിൽ വന്ന് പെട്ടുപോയിരിക്കുകയാണ്. ഇവിടെ മൊത്തം ഏലത്തോട്ടം, വലിയ വലിയ മരങ്ങളും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അയ്യോ, ഈ സ്ഥലത്തിന് പേരണേ
ചേട്ടാ ചങ്ങനാശം ഒന്നല്ലേ? ആനച്ചാല് തന്നെ, പക്ഷെ ആനച്ചാല് കഴിഞ്ഞ് ഇച്ചിരി ഉള്ളിലോട്ട് കയറി. കുഞ്ചിത്തണ്ണി ഭാഗം. ഇവിടുത്തെ ആ കുഞ്ഞമ്പലത്തിൽ ഉത്സവത്തിൻ്റെ കൊടിയേറ്റ വൈകുന്നേരം പരിപാടിയുള്ളൂ. ഇപ്പം സമയം 12 മണി ആവുന്നേ ഉള്ളൂ. ഇനി വൈകുന്നേരം വരെ നമ്മൾ എന്ത് ചെയ്യുമോ എന്തോ. അതെ, മൂന്നാറിന് പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ചേച്ചീനെ ചാക്കിടാം. ചേച്ചി നമുക്ക് പോയിട്ട് വരാച്ചി, നമുക്ക് എന്നാണല്ലോ ഒരു പണിയിലില്ലെന്ന് പറഞ്ഞ് ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇങ്ങോട്ട് മുകളിലേക്ക് എന്തെങ്കിലും കാണാനുണ്ടോയെന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ നടന്നു. അവിടെ ഈ കാടും വലിയ വലിയ മരങ്ങളല്ലാതെ ഒന്നുമില്ല. പൂസേ കമാൻ. പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒത്തിരി ചൂടുമില്ല. ഇച്ചിരിയുടെ കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷെ നല്ല സ്ഥലം. മൊത്തം ഏലക്കാടാണ് ഇവിടെ, മൊത്തം ഏലക്കാട്. ഇപ്പം ഇത് തിന്നിട്ട് ഏതാണ്ട് പോലെ ഒരു നല്ല, പക്ഷെ തൊണ്ടയ്ക്കകത്ത് ഏതാണ്ട് കെട്ടിയിരിക്കുന്നത്. അപ്പോസും അടുത്ത് അയ്യോ കാണിച്ചു തരാവേ സ്ഥലങ്ങളൊക്കെ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഭയങ്കര വലിയ മരങ്ങളൊക്കെയാണ്. ഇപ്പോൾ കേസ് ഇതാണ് ഒരു വലിയ കാട്ടുമാവാണ് ഇത്. പക്ഷെ അപ്പോസേ വണ്ടി വരും, കയറുക. പഴങ്ങളൊന്നും കാണുന്നില്ല അതിൻ്റെ ചുവട്ടിൽ കൂടെ. കണ്ണിമാങ്ങ കിടക്കുന്നുണ്ട്, പക്ഷേ പഴം കാറായോ ഏട്ടെ? ആ പിഞ്ച. ഇതാണ് ഗൈസ് ഇവിടുത്തെ ഒരു വ്യൂ. അച്ഛനും മക്കളും കാട്ടുമാങ്ങ അവർക്ക് തിന്നാം. സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട്. താഴെപ്പോയി കണ്ടോ, ഇതിൻ്റെ അപ്പുറത്തോട്ട് മൊത്തം ഏലക്കാട. നമുക്ക് ഇതിനിടയ്ക്കൂടെ കയറി കാണിച്ചു തരാം. എൻ്റെ കണ്ടോ, ഭയങ്കര വനമാണ് ഏലക്കാട്. അങ്ങോട്ട് ഒത്തിരി നാട്ട് പോകണ്ടവൻ ഇങ്ങ് പോരെ. അതിൻ്റെ ഇടയ്ക്ക് ഒരു വലിയ മരം നിൽക്കണ നോക്കി. തടിക്ക് നല്ല വണ്ണമുണ്ട് കേട്ടോ. വാ സൂപ്പർ. വാ ഇങ്ങോട്ട് പോരെ. എനിക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ പേടിയാണ്. അപ്പം ഈ എന്തൊക്കെ വണ്ടി 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 ഓടിച്ചാടല്ലേ. ഇപ്പം ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളേ. പിന്നെ ഞങ്ങളെല്ലാം മൂന്നാറിനെല്ലാം പോകുന്നുണ്ടേ കാട്ടിത്തരാവേ. ഞങ്ങളിങ്ങോട്ട് നടന്നു വന്ന വഴിക്ക് കണ്ടാണേ ഈ മരത്തിൽ ഇങ്ങനെ മറ്റേ രുദ്രാക്ഷമാല ഇട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പട്ടൊക്കെ വെച്ച് വിളക്ക് വയ്ക്കുന്നതെന്ന് തോന്നുന്നു. ഇത് ഏത് ദേവനെയാണോ ദേവീനെയാണോ എന്ത് ഇതാന്ന് അറിഞ്ഞൂടാ. അധിക നേരം നമുക്കവിടെ നിൽക്കണ്ട, നമുക്ക് പോവാം. അപ്പം അച്ഛനും മക്കളും അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ എല്ലാം മൊത്തത്തിൽ ഇത് കൂട്ടാണ് ഏലത്തോട്ടം. ഇവിടെ എല്ലാം വലിയ വമ്പ മരങ്ങളാലേ. ഇത് ഗൈസ് ഒരു വലിയ ഓട്ടയുള്ളൊരു മരം. ഇവിടെ വീടുകളൊന്നും അധികം കാണാനില്ല കേട്ടോ. അത് വീടുകളൊന്നും ഇല്ലാത്ത ഏരിയയാന്ന് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ മണ്ടയിലേക്ക് രണ്ട് നാല് പ്രാവശ്യമായിട്ട് ഒരു ജീപ്പ് ഇങ്ങനെ ട്രിപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മണ്ടയിൽ വല്ല റിസോർട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല. നിങ്ങളൊരു സാധനം ഞാൻ കാണിച്ചു തരാം. ടാൻ ടട. അയ്യോ ഇവിടെ എല്ലാം മാത്രമേ കാണുന്നുള്ളൂ. ടാൻ ടടേ കണ്ടോ? പക്ഷെ നിങ്ങൾക്ക് കാണത്തില്ല. ഇതാണ് നമ്മുടെ കണിക്കൊന്ന മരം. അതങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. വെയിൽ കാരണം നിങ്ങൾക്ക് കാണത്തില്ല. ശോ എന്നാലും കാണാൻ വിചാരിക്കുന്നു. ഇത് നീ വെള്ള ഷർട്ട് ഇട്ടിരിക്കണ കളഞ്ഞതൊക്കെ കണ്ടോ? ഇങ്ങോട്ട് വന്ന വഴിക്ക് കുറേ കണിക്കൊന്ന മരം കൊണ്ട് ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വണ്ടി ഭയങ്കര കുലുക്കമായതുകൊണ്ട് വീഡിയോ എടുത്ത് ശരിയാകത്തില്ല. എനിക്കാണെങ്കിൽ ഞാൻ ഹാള് വയ്ക്കുമെന്നുള്ളൊരവസ്ഥയിൽ എനിക്ക് വയ്യായിരുന്നു. പിന്നെ ഞാൻ ക്യാമറയുടെ ലോക്കൊക്കെ വെച്ച് ഓണാക്കി വരുമ്പോഴത്തേനും സംഭവം കഴിഞ്ഞു. അതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല. ഇപ്പം പൂത്ത് വലിയ നിറച്ച് പൂക്കളൊന്നുമില്ല കേട്ടോ. ഇതിനകത്ത് കുറച്ച് പൂക്കളേ ഉള്ളൂ. വിഷുവിൻ്റെ സമയമാകുമ്പോൾ മൊത്തം പൂവായിരിക്കും. അപ്പോൾ ഇവിടം വരെ വരുന്നുള്ളൂ ഞങ്ങളത്.
ഞങ്ങൾ തിരിച്ചിറങ്ങി പോകാൻ പോണേ. ടൈം ടു റെസ്റ്റ് ഗൈസ്. ഞങ്ങൾ റെസ്റ്റ് ചെയ്യാനിരിക്കുക റോട്ടിൽ. അയ്യോ ഭയങ്കര വെയിലാണ്, മടുത്ത്. അപ്പം ഞങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നടുറോട്ടിൽ കണ്ടോ കാട്ടുമാവിൻ്റെ ചോട്ടിൽ വന്നിട്ടിരിക്കുവാണ്. ഇനിയിപ്പോൾ ഒരു പരിപാടിയില്ല. ഇങ്ങനെ ഇരിക്കാം. വൈകുന്നേരം 4 മണിക്ക് എങ്ങാണ്ടാ കൊടിയേറ്റ്. അതുവരെ ഇങ്ങനെ ഇരിക്കണം. എന്തിന്? ഇതാണ് ഗൈസ് മലയാളികൾ. ഏത് നടുറോട്ടിൽ ഞങ്ങൾ ഇരിക്കും, ഏത് നടുറോട്ടിൽ ഞങ്ങൾ കിടക്കും. അയ്യോ ഇല്ല, അതിൻ്റെ ആ സീക്വൻസ് വിട്ട് പോകുന്നേ. അപ്പോൾ ഇതേ നമ്മുടെ അന്നദാനത്തിനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. ചെമ്പിൽ പായസമുണ്ട്, പിന്നെ നമ്മുടെ സാമ്പാർ, തോരൻ, കൂട്ടുകറിക്കുള്ള സാധനങ്ങളെല്ലാം ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ തോരനും പായസത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരണ്ടുന്ന കേട്ടോ മെഷീൻ വെച്ചിട്ടുണ്ട്. 2 മെഷീൻ വെച്ചിട്ടാണ് ചിരണ്ടുന്നത്. എന്നോടത് ട്രൈ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു, പക്ഷേ എനിക്കതിൽ മെഷീനിൽ ചെയ്യാൻ പേടിയാണ്, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല കേട്ടോ. പിന്നെ നമ്മുടെ അന്നദാനത്തിനുള്ള ചോറ് അടുപ്പത്ത് വെച്ചേക്കുവാണ്. നമ്മൾ ഫുഡ് കഴിക്കുന്നതൊന്നും നമ്മൾ വീഡിയോ ആയിട്ട് എടുത്തില്ല, കാരണം നമ്മൾ അന്നേരം നല്ല രീതിയിൽ തിരക്കായിരുന്നു. ഫുഡ് വിളമ്പി കൊടുക്കലും പെറുക്കലും ഒക്കെ ആയതുകൊണ്ട് തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടില്ല. അന്നേരം അത്ര രീതി തിരക്കായിരുന്നു. പിന്നെ ഇവന്മാരാണെങ്കിൽ അതിലൂടെ ഓടിച്ചാടി നടക്കുമായിരുന്നു. അപ്പോൾ പിന്നെ കുറേ നേരം ഫോൺ കൊടുത്ത് വീഡിയോയോ ഗെയിമോ കളിച്ച് എവിടെയെങ്കിലും ഇരുന്നോളാൻ പറഞ്ഞു അവന്മാരെ അങ്ങ് ഇരുത്തി. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ വലിയ ചെമ്പിലുള്ളത് സാമ്പാറാണ് കേട്ടോ. മറ്റേത് നമ്മുടെ കോബീസ് തോരൻ അടുപ്പത്ത് വെച്ചതാണ്. ഇത് നമ്മുടെ പായസത്തിലേക്ക് 1-ാം പാല് ചേർക്കുന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ 10-11 മണിയായപ്പോൾ കയറ്റി വെച്ച പായസം ഇറക്കി വെച്ചപ്പോൾ 4-5 മണി. എത്രയും താമസം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ അതുകൊണ്ടൊക്കെയാൽ തന്നെ ആവും അമ്പലത്തിലെ പായസത്തിന് ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ചേട്ടൻ കൊണ്ടുവന്ന പായസം അടിപൊളിയായിരുന്നു, ഇതും അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ വൈകുന്നേരം ആയപ്പോഴത്തേനും ആ വിളക്കും ലൈറ്റും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേനും അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സൈഡിൽ കൂടി ഇട്ടേക്കുന്നൊക്കെ വെറും ട്യൂബ് ലൈറ്റ് ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് ഇങ്ങനെ പല രീതിയിലുള്ള ഇതൊക്കെ മാറി മാറി വരുമ്പോൾ നല്ല ഭംഗിയായിരുന്നു. വലിയ അലങ്കാരങ്ങളൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള ഒരുക്കമാണെങ്കിലും പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്കാണ് വൈകുന്നേരം ആ കൊടിമരം നാട്ടിൽ നിന്നൊന്നും കാണാൻ പറ്റിയില്ല, കാരണം ഞാൻ അന്നേരം മറ്റേ കലവറയിലായിരുന്നു. അവിടെ നിന്ന് ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേനും അത് കഴിഞ്ഞ് പോയതുകൊണ്ട് നമുക്കത് വീഡിയോ എടുക്കാനും പറ്റിയില്ല, കാണാനും പറ്റില്ല. പിന്നെ ഇവന്മാർ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ തപ്പി പിടിക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. പിന്നെ ഒരു വ്യക്തി തപ്പി പിടിച്ച് ഞാനും അവിക്കുട്ടനോടെ അമ്പലത്തിൽ ഇറങ്ങി. അപ്പോസ് ഷൂ ഇട്ടിരുന്നത്, ഷൂ ഊരാൻ പറ്റാത്തതുകൊണ്ട് അപ്പോസ് അമ്പലത്തിൽ കയറിയില്ല. എനിക്കും ചേട്ടയുടെ പേരിൽ നാരങ്ങ വിളക്കും അവരുടെ പേരിൽ കടും പായസമായിരുന്നു കേട്ടോ. പിന്നെ നമ്മളത് നടയെ കൊണ്ടുവന്ന് വെച്ച് പോയി നിന്ന് മനസ്സുരുക്കി പ്രാർത്ഥിച്ചു. എനിക്കെന്താണെന്നറിയത്തില്ല, അവിടെ പോയി നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം, എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. എന്താണെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ക്രിസ്ത്യാനിയാണെങ്കിലും എല്ലാ ദൈവങ്ങളും നമുക്ക് ഒരുപോലെയാണല്ലോ. അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ ഞാൻ ദേവിയോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് അവിടെ പപ്പടം വറക്കാണ്ട്. പിന്നെ നമ്മൾ അന്നദാനം കൊടുക്കുന്ന സമയമായി. പിന്നെ നമ്മളതെല്ലാം വിളമ്പി വെച്ച് കൊടുത്ത് നമ്മളും അവിടെ ഇരുന്ന് പെട്ടെന്ന് കഴിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോന്നു കേട്ടോ. എനിക്ക് അവിടെ കണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ വന്നിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളും അവരാ പ്രസാദം വിട്ടെന്ന് അന്നേരം പറഞ്ഞ് അത് കഴിച്ചു വന്ന്. ഞങ്ങളുടെ ഇവിടെ അമ്പലത്തിലൊന്നും അങ്ങനെ എല്ലാവരും കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഒരു സ്പൂണെങ്കിൽ ഒരു സ്പൂൺ അവരെല്ലാവരും കഴിച്ചു. അത് നമുക്ക് ഭയങ്കര സന്തോഷം. വൈകുന്നേരം ഇപ്പോൾ നിറച്ച ആളായിരുന്നു കേട്ടോ. എത്ര ആൾക്കാർ വരുമെന്നേ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ ഗാനമേള ഒന്നും കേൾക്കാൻ നിന്നില്ല. അന്നദാനത്തിൻ്റെ സമയത്തിന് ഞങ്ങൾ തിരിച്ചു പോകുന്നു, കാരണം നമ്മൾ ഇവിടം വരെ വരേണ്ടതാണ്, രാത്രിയിലാണല്ലോ. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടാറ്റാ.